celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫോമയുടെ ചാരിറ്റി വർക്കിന് ധനസമാഹരണത്തിനായി റാഫേൽ നറുക്കെടുപ്പ് നടത്തുമെന്ന് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ അറിയിച്ചു. ഇതാദ്യമായാണ് പുതുമയുള്ള ധനസമാഹരണവുമായി ഫോമ രംഗത്തെത്തുന്നത്. എംപയർ റീജിയന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $100 15,000 ടിക്കറ്റുകളാണ് വിൽക്കുക. ഇതിന്റെ 25% റീജിയനുകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകും. അടുത്ത വർഷം ഒക്ടോബർ 24-ന് നറുക്കെടുപ്പ് നടക്കും. ഒന്നാം സമ്മാനം ടെസ്ല കാർ, രണ്ടാം സമ്മാനം ഇന്ത്യയിലേക്ക് 2 പേർക്ക് ടിക്കറ്റ്, മൂന്നാം സമ്മാനം ലാപ്ടോപ്പ്. സമ്മാനങ്ങൾ കൺവെൻഷനിൽ വെച്ച് നൽകും. റാഫേലിന്റെ $1,00,000 ടിക്കറ്റ് എംപയർ റീജിയൻ RVP PT തോമസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ബേബി മണക്കുന്നിൽ പറഞ്ഞു. അതിന്റെ 25% റീജിയന് വേണ്ടി ആയിരിക്കും. ഈ പദ്ധതിയിൽ എല്ലാവരും പങ്കുചേർന്ന് ഇത് വൻ വിജയമാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പുൻഡഗ്രാനയിൽ വെച്ച് നടന്ന ഫോമ കൺവെൻഷനിൽ 530ഓളം ഡെലിഗേറ്റ് പങ്കെടുത്തിരുന്നു. ഇലക്ഷനിൽ തങ്ങൾ വിജയിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്ന നിമിഷം മുതൽ ജയിച്ചവരെന്നോ തോറ്റവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 16 വർഷക്കാലം ഫോമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിച്ച മഹാരഥന്മാർ പലരും സദസ്സിലുണ്ട്. അവർ സംഘടനയുടെ വിവിധ കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ എക്സിക്യൂട്ടീവിന് വരുന്ന 2 വർഷക്കാലം ഏറ്റവും മികച്ച രീതിയിൽ ഫോമയെ നയിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഫോമയുടെ കേരള കൺവെൻഷൻ 2026 ജനുവരിയിൽ നടത്തും. കോവിഡിന് ശേഷം വന്ന 2 കൺവെൻഷനും ഡെസ്റ്റിനേഷൻ കൺവെൻഷൻ ആയിരുന്നു. അതിനാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ലാൻഡ് കൺവെൻഷൻ. ഇത് സഫലമാക്കി 2026 ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ ഹ്യൂസ്റ്റണിൽ കൺവെൻഷൻ നടത്തും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നാഷണൽ കൗൺസിലും ഇതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കരുത്തുറ്റ വിമൻസ് ഫോറം ദേശീയ തലത്തിൽ രൂപീകരിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സീനിയർ സിറ്റിസൺസ് ക്ലബ്, യൂത്ത് ക്ലബ്, കിഡ്സ് ക്ലബ് എന്നിവ ശക്തിപ്പെടുത്തി ഫോമയെ വളർത്തിയെടുക്കുവാൻ ഓരോ റീജിയന്റെയും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ 85 സംഘടനകളുള്ള ഫോമ 100 അംഗ സംഘടനയുള്ള പ്രസ്ഥാനമായി വളരണമെന്നാണ് പ്രതീക്ഷ. എന്നാൽ മാനദണ്ഡമില്ലാതെ അംഗസംഘടനകളെ എടുക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. 1 വർഷമെങ്കിലും സജീവമായി പ്രവർത്തിക്കുകയും ക്രെഡൻഷ്യൽസ് കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്ത ശേഷമേ ഫോമയിൽ അംഗത്വം നൽകൂ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@email.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.